നമസ്കാരം. ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പിൽ കുടുങ്ങി ഇന്ത്യക്കാരിയായ ഡോക്ടർക്ക് നഷ്ടമായത് 1,20,000 ദിർഹം. 60 വയസ്സ് പ്രായമുള്ള വനിതാ ഡോക്ടറാണ് തട്ടിപ്പിനിരയായത്. ശസ്ത്രക്രിയ നടത്തുന്നതിനിടയിലാണ് ക്രെഡിറ്റ് കാർഡിലൂടെ ഇടപാടുകൾ നടക്കുന്നത് ഡോക്ടറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. 14 അനധികൃത ഇടപാടുകളാണ് നടന്നത്. ഒരു ഇന്റർനാഷണൽ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്നത്. കാർഡ് എപ്പോഴും തന്റെ കൈവശമാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്നും ക്രെഡിറ്റ് കാർഡിന്റെ രേഖകൾ ഉപയോഗിച്ച് ഒരു സംവിധാനത്തിലും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും ഡോക്ടർ പറയുന്നു. എന്നിട്ടും 7 മണിക്കൂറിനുള്ളിൽ വിവിധ ട്രാൻസാക്ഷനുകളാണ് നടന്നത്. ദുബായ് മാൾ, ഷാർജയിലെ സ്റ്റോറുകൾ എന്നിങ്ങനെ പലയിടങ്ങളിൽ നിന്നുമായാണ് ഇടപാടുകൾ നടന്നത്. ബാങ്ക് ആദ്യം തന്നെ വ്യാജ ഇടപാടുകൾ കണ്ടെത്തിയിരുന്നെന്നും എന്നാൽ കാർഡ് ബ്ലോക്ക് ചെയ്യുകയോ തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്തില്ലെന്നും ഡോക്ടർ ആരോപിക്കുന്നു. താൻ നടത്തിയ തുടർച്ചയായ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ആപ്പിൾ പേ വഴി അനധികൃത ഇടപാടുകൾ നടന്നതെന്ന് ബാങ്ക് അറിയിച്ചത്. താൻ കാർഡ് ആപ്പിൾ പേയുമായി ലിങ്ക് ചെയ്തിട്ടില്ലെന്ന് ഡോക്ടറും വിവരങ്ങൾ ബന്ധിപ്പിച്ചിട്ടില്ലെന്ന് ആപ്പിൾ അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. ആപ്പിൾ പേ സുരക്ഷിതമാണെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. എന്നാൽ പിന്നെന്തിനാണ് തനിക്ക് വ്യാജ ഇടപാടുകൾ നടക്കുന്നതായി മെയിൽ അയച്ചതെന്നും സംശയം ആദ്യം തോന്നിയെങ്കിൽ എന്തുകൊണ്ട് ബാങ്ക് കാർഡ് ബ്ലോക്ക് ചെയ്യാതെ പേയ്മെന്റുകൾക്ക് അംഗീകാരം നൽകിയെന്നുമാണ് ഡോക്ടർ ആരോപിക്കുന്നത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം ഉപയോക്താക്കളുടെ വിവരങ്ങളുടെ സ്വകാര്യത പരിഗണിച്ച് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ കഴിയില്ലെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി.